ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളി നെക്ക് പീസസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതുപോലെ മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് കിറ്റാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടിയത്. അതിനുശേഷം അതിൻ്റെ റേറ്റ് ഒരുപാട് കൂടിയെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ വാങ്ങിയത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ സിമിലർ പ്രൊഡക്റ്റാണ് ഇട്ടത്, പക്ഷേ അതിനകത്ത് ഭയങ്കര വില കൂടുതലായിരുന്നു. അതുകൂടാതെ ഞാനത് ഫസ്റ്റ് ടൈം വാങ്ങിയത് കൊണ്ടും പിന്നീട് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയത് കൊണ്ടും എനിക്ക് കുറച്ചും കൂടെ കുറഞ്ഞായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിതൊരു 250 ആ ഒരു റേഞ്ചിൽ എന്തുവാണേലും കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. പിന്നീട് നമ്മൾ എടുത്തേക്കുന്നതാണ് ഐപിന്നുകൾ. ഇതുപോലെ ഐപിൻസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്, ഹെഡ് പിൻസ്. പിന്നീട് ഇതുപോലെ കൊളുത്തും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കൊളുത്തോ അല്ലെങ്കിൽ എസ് ടൈപ്പ് കൊളുത്തോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നീട് ഇതുപോലെ ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റോളായിട്ട് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുത്തുകൾ വെച്ചിട്ട് കുറച്ച് ഐഡിയാസ് ആയിരുന്നു ചെയ്തത്. പക്ഷേ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ഐഡിയ ഉണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതുപോലെ സ്റ്റാർ കണക്കിരിക്കുന്ന മുത്തുകളാണ് എടുക്കുന്നത്. ഇതുപോലെ കണ്ണിൽ 2 ലവും ഒരു സ്മൈലും ഒക്കെ വരുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ്. അപ്പം പല കളറും നിങ്ങൾക്കിത് കിട്ടും. അപ്പം നമ്മൾ മൾട്ടി കളറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഇതുപോലെ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് റൗണ്ട് മുത്താണ്. അതും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുറച്ച് കളേഴ്സ് അങ്ങ് എടുക്കണം. ഇതുപോലെ അങ്ങനെ ഇതുപോലെ കുറച്ച് കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐപിൻസ് എടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു ഐപിൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ സ്റ്റാറിൻ്റെ മുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ അറ്റത്തും ലൂപ്പ് ചെയ്യണം. ഇതുപോലെ അപ്പോൾ 2 സൈഡിൽ ലൂപ്പ് വരും. ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. ഈ കുഞ്ഞ് റൗണ്ട് ബീഡ്സിലും ഇതുപോലെ തന്നെ ചെയ്യണം. അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതാണ് ജംപ് റിങ്സ്. ഇനി ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ജംപ് റിങ്സ് എടുക്കുക. നമ്മുടെ ഒരു സ്റ്റാറിൻ്റെത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതുപോലെ നമ്മുടെ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ടിത് റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഇതുപോലെ ജംപ് റിങ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തെടുക്കണം. ഒരു സ്റ്റാർ, ഒരു റൗണ്ട് ബീഡ്, ആ ഒരു രീതിയിൽ. അങ്ങനെ നമ്മളിത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗോൾഡൻ ചെയിനാണ് വേണ്ടുന്നത്. ഇത് ഞാൻ ഒരേ അളവിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൽ ഒരു ഗോൾഡൻ ചെയിൻ ജംപ് റിങ്സ് എടുത്തതിന് ശേഷം ഈ അറ്റത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ജംപ് റിങ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ഗോൾഡൻ ചെയിനാണ്. അപ്പം നമുക്കിത് ഏകദേശം 4 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഗോൾഡൻ ജംപ് റിങ്സ് വേണം. ഈ ജംപ് റിങ്സ് എടുത്തിട്ട് ഇതുപോലെ ഒരു ജംപ് റിങ്സിൽ ഈ ഒരു ചെയിൻ കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് കണക്ട് ചെയ്യാം ഇതുപോലെ. അതിന് ശേഷം വീണ്ടും ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു ചെയിൻ്റെ അറ്റത്ത് ഒരു ജംപ് റിങ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ജംപ് റിങ്സ് ഇട്ടതിന് ശേഷം വേറൊരു ചെയിനും കൂടെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഇത് കൊളുത്തേണ്ടത് അവിടെ കൊളുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുത്തിൻ്റെ അടുത്ത് കൊളുത്താം, അതല്ലെങ്കിൽ ഇപ്പുറത്തെ മുത്തിൻ്റെ അടുത്ത് കൊളുത്താം. ഇഷ്ടമുള്ളിടത്ത് ഇത് കൊളുത്തി കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് ഇവിടെ കൊളുത്തുവാണ്. ഇനി വീണ്ടും ഈ ചെയിനിൻ്റെ അറ്റത്ത് ഒരു ജംപ് റിങ്സ് എടുത്തിട്ട് കൊളുത്താം. ഇതുപോലെ കൊളുത്തിയതിന് ശേഷം അടുത്ത ഒരു ചെയിൻ എടുത്ത് ജംപ് റിങ്സിലേക്ക് കണക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തത് റിപ്പീറ്റ് ചെയ്യുകയാണ് ഇനി അറ്റം വരെയും. പിന്നീട് നമ്മൾ ഇതുപോലെ ഗോൾഡൻ കൊളുത്തെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് കൊളുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംഭവം ഇവിടെ അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ, ഇത് നേരെ കിടക്കത്തുള്ളൂ. അപ്പം നമുക്കിത് നല്ല അടിപൊളി ആൻഡ് ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് കിട്ടും. ഇത് കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇത് ഇട്ട് നോക്കിയപ്പോഴും നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ജ്വല്ലറീസ് യൂസ് ചെയ്യാം, കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നെക്ലസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു മുത്ത് പോലും ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. കാരണം ഇതിനകത്തെല്ലാം പല പല കളറിലെ മുത്താണ് വരുന്നത്. എനിക്ക് ഒരേ കളറിലെ കുറച്ച് മുത്തുകളായിരുന്നു വേണ്ടുന്നത്. ഇതിലില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എടുക്കുകയാണ്. ഇതേപോലെ കുറച്ച് നീല കളറിലെ മുത്താണ് വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ അത് എടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് സിൽവർ കളറുള്ള ഐപ്പിൻസാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഐപ്പിനിലേക്ക് കുറച്ച് മുത്തുകൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ 4 മുത്ത് വീതമാണ് ഈ ഐപ്പിനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ലൂപ്പ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യണം. നമുക്ക് ഒരുപാട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേ മുത്തുകൾ കൂടെ എടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മളിത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 12 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ജംപ് റിങ്സ് വേണം. ഇനി നമുക്ക് എന്താ ഈ ജംപ് റിങ്സ് ഓരോന്നിലേക്ക് ഇട്ട് കൊടുത്ത് കണക്ട് ചെയ്യാം. ഇതെല്ലാം കണക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ജംപ് റിങ്സ് ഇതിനുള്ളിലേക്ക് ഇടുക, അടുത്തൊരെണ്ണം ഇട്ട് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇതുപോലെ കണക്ട് ചെയ്ത് ഇതെല്ലാം കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മളിത് അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമില്ലേ? ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് നടുവശം നോക്കാം. അപ്പോൾ ഇവിടാണിത് വരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ചുട്ടി എടുത്തിട്ടുണ്ട്. ഇത് മീഷോയിൽ നിന്ന് കിട്ടിയതാണ്. ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് നിങ്ങൾക്ക് മീഷോയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ബട്ടർഫ്ലൈയുടെ ഒരു ചെറുത് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ബട്ടർഫ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ലവ് ഷേപ്പ് ഉണ്ട്, ഇതുപോലെ ഫ്ലവർ ഉണ്ട്, എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഉള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ ജംപ് റിങ്സ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിന് കൊളുത്തും കൂടെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ സ്വർണ്ണ കളറിലെ കൊളുത്താണ് എടുക്കുന്നത്. സിൽവർ കളർ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതുപോലെ ജംപ് റിങ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പുറത്തും ഇതുപോലെ ഒരു ജംപ് റിങ്സ് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമില്ലേ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇത് നല്ല രസമാണ്. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പം നമുക്കിത് ഇതുപോലെ അടിപൊളി സെറ്റായിട്ട് ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറൂടെ ചെയ്തേക്കുക. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ നെക്ക് പീസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൂക്കളെടുക്കാം. നല്ല ഭംഗിയായിട്ട് പൂവിൻ്റെ ഷേപ്പിലുള്ള മുത്തുകളാണ്. ഇതുപോലെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലൊരു ബട്ടർഫ്ലൈയുടെ മുത്തും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഐപ്പിൻസ് ആണ്. കുറച്ച് ഐപ്പിന്നുകൾ എടുത്തിട്ടുണ്ട്. മുമ്പേ ചെയ്ത കണക്ക് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അറ്റത്ത് ലൂപ്പ് ചെയ്യണം. ഇതുപോലെ നമ്മൾ എത്ര മുത്തെടുത്തിട്ടുണ്ടോ അത്ര എണ്ണത്തിന് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഇതുപോലെ 6 എണ്ണവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും നമുക്ക് ഇതുപോലെ തന്നെ ലൂപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഐപ്പിൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം
നമ്മൾ അറ്റത്ത് ലൂപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടുന്നതാണ് ജംപ് റിങ്സ്. ജംപ് റിങ്സ് എടുത്തതിന് ശേഷം മുമ്പേ ചെയ്ത് പോകണക്ക് തന്നെ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാം. നടുക്ക് വരേണ്ടത് ഈ ബട്ടർഫ്ലൈ ആണ്. അപ്പം ഇങ്ങോട്ട് 3 എണ്ണം, ഇങ്ങോട്ട് 3 പൂവും ഇങ്ങോട്ട് 3 പൂവും വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിത് ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുത്തുകളാണ്. അത് നിങ്ങൾക്ക് മൾട്ടി കളർ മുത്ത് തന്നെ എടുക്കാം. ഞാൻ ഇതുപോലെ കുറച്ച് മുത്തുകൾ എടുക്കുവാണ്. ഇങ്ങനെ നമ്മളതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഹെഡ് പിൻസ് ആണ്. ഹെഡ് പിൻസ് ഒരു 4 എണ്ണം വേണം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് ലൂപ്പ് ചെയ്യണം. ഈ 4 എണ്ണത്തിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഇതുപോലെ 4 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജംപ് റിങ്സ് വേണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ 4 എണ്ണം വെച്ച് കൊടുക്കാനാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ജംപ് റിങ്സ് എടുക്കാം. അതിലേക്ക് ഈ മുത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഈ 3 എണ്ണം അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാൻ 2 എണ്ണം ഇവിടെയും 2 എണ്ണം ഇവിടെയും വെച്ച് കൊടുക്കാനാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്കിത് ഇതുപോലെ സെറ്റായിട്ട് കിട്ടും. ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഗോൾഡൻ ചെയിൻ വേണം. ഞാൻ ഒരേ അളവിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതുപോലെ ഞാൻ ഇതിനകത്ത് ജംപ് റിങ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ അറ്റത്തേക്ക് ഇട്ട് ക്ലോസ് ചെയ്യുക. അടുത്ത ഒരു ഗോൾഡൻ ചെയിൻ്റെ ഭാഗവും ജംപ് റിങ്സ് ഇട്ടതിന് ശേഷം ഇതിൽ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഹുക്കാണ്. ഗോൾഡൻ ഹുക്ക് എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് സിമ്പിളും ആണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ഡിസ്പ്ലേ ചെയ്യുമ്പം ഏകദേശം അത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ഉറപ്പായിട്ട് നല്ല കമൻറ്റ് ചെയ്യണേ. ലൈക്കും കൂടെ ചെയ്തേക്കുക. ഇത് അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.